നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 വ്യാഴാഴ്ചയാണ്. മറ്റൊരു എക്സ്പയറി ഡേ കൂടിയാണിന്ന്. മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ഗ്രീനിലാണ് ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഫിനാൻഷ്യൽസ് ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 140 പോയിന്റ്സ് ഇടിഞ്ഞു. ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇന്നലെയും വലിയ ബൈയിങ് ആണ് കണ്ടത്. US വിപണിയിലേക്ക് US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിച്ചതും മിനിഞ്ഞാന്ന് പുറത്തു വന്ന സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റയോടും കൂടി US മാർക്കറ്റുകൾ ഉയർന്നെങ്കിലും ഇന്നലെ ഏറെക്കുറെ ഒരു മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.21% ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 ചെറിയ നേട്ടത്തിൽ 0.10% നേട്ടത്തിൽ, നാസ്ഡാക്ക് 0.72% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇപ്പോഴും അവിടെ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ആശങ്കയായിട്ട് തന്നെ തുടരുകയാണ്. പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വ്യാപാരത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിന് കാരണം റെസിപ്രോക്കൽ താരിഫുകൾക്ക് 90 ദിവസത്തെ പോസ് ഏർപ്പെടുത്തി. അത് ഏപ്രിൽ 9 അവസാനിക്കുക. നിലവിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയ പ്രകാരം തന്നെ US വലിയ താരിഫുകളായിരിക്കുമോ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുക എന്നത് തന്നെയാണ് വലിയ സംശയമായിട്ട് വരുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വിപണിക്ക് ലഭിച്ചില്ലെങ്കിൽ അത് മാർക്കറ്റിൽ ഇനിയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. സമീപകാലത്ത് പുറത്തു വന്ന കുറച്ച് വാർത്തകൾ പോസിറ്റീവ് ആയിരുന്നെങ്കിലും വലിയ റാലിയിലേക്ക് അത് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇന്ന് ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ട്. സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമോ അതോ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന മറ്റ് നടപടികൾ ഉണ്ടായിരിക്കുമോ എന്ന് തന്നെയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യുക. S&P 500-ൽ 11 സെക്ടറുകളിൽ ഇന്നലെ ഇടിഞ്ഞത് ഹെൽത്ത് കെയർ സെക്ടറായിരുന്നു. നേട്ടമുണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ സർവീസസും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.44% നേട്ടത്തിലായിരുന്നു. വിപ്രോ 0.67% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.48% ഇടിവും HDFC ബാങ്ക് 1% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഡോക്ടർ റെഡ്ഡി 0.28% നേട്ടത്തിൽ ക്ലോസ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോണ്ട് ഈൽഡുകൾ ഇന്നലെയും നേട്ടത്തിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,03,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും വലിയ ഇടിവുണ്ടാക്കിയത് ഗോൾഡ് പ്രൈസുകൾ തന്നെയായിരുന്നു. 2% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ 5 ആഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ഗോൾഡ് പ്രൈസുകൾ ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,440 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിലെ ജവാറിൽ 3,706 കോടി രൂപയുടെ സെമി കണ്ടക്ടർ പ്ലാന്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇപ്പോൾ ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് HCL ഗ്രൂപ്പിന്റെയും ഫോക്സ്കോണിന്റെയും സംയുക്ത സംരംഭമാണ്. സെമി കണ്ടക്ടർ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ 6ാമത്തെ ചിപ്പ് പ്ലാന്റാണിത്. ഈ ചിപ്പ് പ്ലാന്റ് ഉത്തർപ്രദേശിലാണ്. ഗുജറാത്തും അസാമിനും ശേഷം ചിപ്പ് പ്ലാന്റുള്ള 3ാമത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മൊബൈൽ, ലാപ്ടോപ്പുകൾ, കാറുകൾ മുതലായവയ്ക്കായി അഡ്വാൻസ് ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകൾ നിർമ്മിക്കുന്ന പ്ലാന്റ് ആയിരിക്കും ഇത്. 2027 പ്രവർത്തനം ആരംഭിക്കുക. പ്ലാന്റ് പ്രതിവർഷം 20,000 വേഫറുകൾ പ്രോസസ്സ് ചെയ്യുകയും പ്രതിമാസം 36 ദശലക്ഷം ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഏകദേശം 2,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടാവുക. ഏതായാലും ഈ വാർത്ത വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും ഈ വാർത്തയുടെ ഗുണം ആദ്യം തന്നെ ലഭിക്കാൻ പോകുന്നത് HCL ടെക്നോളജീസിന് തന്നെയാണ്. കാരണം ഡയറക്റ്റ്ലി HCL ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ പാർട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. മറ്റ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ LXC, ഡിക്സോൺ ടെക്നോളജീസ്, സിർമ SGS ടെക്നോളജി, കെയ്ൻസ് ടെക്നോളജി തുടങ്ങിയവയ്ക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഇന്നലെ ജൂബിലന്റ് ഫുഡ് വർക്സിൻ്റെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. ഡോമിനോസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 48 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 76.8% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 207.5 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ടൊരു കാര്യം വന്നിരിക്കുന്നത് നെറ്റ് സെയിൽസിൽ നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട്. 35.3% വർധനവാണ് ഇപ്പോൾ സെയിൽസിൽ ഉണ്ടായിരിക്കുന്നത്. 2,130 കോടി രൂപയിലാണ് സെയിൽസ് വന്നിരിക്കുന്നത്. 24.6% നല്ലൊരു സ്ട്രോങ് ഓർഡർ ഗ്രോത്ത് വന്നതുകൊണ്ട് റവന്യൂവിൽ 18.8% വർധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി 52 പുതിയ സ്റ്റോറുകളും തുറന്നിട്ടുണ്ട്. അടുത്തത് ഐഷർ മോട്ടോഴ്സ് എന്ന കമ്പനിയാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 27% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്.
നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ളത് 1362 കോടി രൂപയാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 23% വർധനവ് രേഖപ്പെടുത്തി 5241 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 70 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് ടാറ്റ പവറാണ്. കമ്പനി 25% നെറ്റ് പ്രോഫിറ്റിലുള്ള വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 1306 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8% വർധനവ് രേഖപ്പെടുത്തി 17,096 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 2 രൂപ 25 പെർ ഷെയർ എന്നതിലാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു കമ്പനി മുത്തൂറ്റ് ഫിനാൻസ് ആണ്. 30% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റിൽ 6.3% വർധനവും രേഖപ്പെടുത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 35% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 5,621.7 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. ഇതുകൂടാതെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഹയസ്റ്റ് എവർ ഗ്രോത്ത് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് അപ്പോളോ ടയേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 48% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 184.5 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. സെയിൽസിൽ വന്നിരിക്കുന്ന കുറവ് തന്നെയാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇടിയാനുള്ള കാരണമായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 2.6% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 6,423.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റ് 837.2 കോടി രൂപയിലാണ്. ഇയർ ഓൺ ഇയറിൽ 18.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് തിലക് നഗർ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് സെയിൽസിൽ 13.11% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 405.81 കോടി രൂപയിലാണ് സെയിൽസ് ഉള്ളത്. ഇനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 77.35 കോടി രൂപയാണ്. 145.93% വർധനവാണ് രേഖപ്പെടുത്തിയത്. എബിറ്റയിൽ 66.13% വർധനവും കമ്പനി രേഖപ്പെടുത്തി. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ബ്രിഗേഡ് എന്റർപ്രൈസസ് ചെന്നൈയിൽ 5.41 ഏക്കർ ഭൂമി 442 കോടി രൂപയ്ക്ക് കമ്പനി വാങ്ങിയിരിക്കുന്നു. അടുത്തത് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. SMBC സുമിറ്റോമോ മിറ്റ്സുമി ബാങ്കിംഗ് കോർപ്പറേഷൻ യെസ് ബാങ്കിൻ്റെ ഓഹരികൾ ഏറ്റെടുത്തതിന് പോസിറ്റീവായിട്ടാണ് മൂഡീസ് റേറ്റിംഗ് ഏജൻസി കാണുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമൊന്ന് പറയാം. ബാക്കിയുള്ള കമ്പനികളുടെ പേര് ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അബോട്ട് ഇന്ത്യ, അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ്, ബിക്കാജി ഫുഡ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഡാറ്റ മെറ്റിക്സ്, ഇനോക്സ് ഇന്ത്യ, JSW എനർജി, ജൂപ്പിറ്റർ വാഗൺസ്, കെയ്ൻസ് ടെക്നോളജി, LIC ഹൗസിംഗ് ഫിനാൻസ്, പതഞ്ജലി ഫുഡ്സ്, പേജ് ഇൻഡസ്ട്രീസ്, തങ്കമയിൽ ജ്വല്ലറി, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ, വിഷ്ണു കെമിക്കൽസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ CDSL, മണപ്പുറം ഫിനാൻസ്, ഹിൻഡ് കോപ്പർ തുടങ്ങിയവയാണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ചിട്ട്, കൂടാതെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ്, നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പറയുന്നുണ്ട്. ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ഗ്ലോബൽ മാർക്കറ്റുകളെക്കുറിച്ച്, മറ്റുള്ള മാർക്കറ്റുകളിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സുകളിൽ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ മുകളിലെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 932 കോടി രൂപയ്ക്കാണ് FIs ഇന്നലെ ബൈ ചെയ്തത്. DIs ആവട്ടെ 316 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIസും DIസും ബൈയിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ചൈന US ട്രേഡ് ടെൻഷനുകളുമായി ബന്ധപ്പെട്ട് അത് കുറഞ്ഞതിനെ തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ നേട്ടമുണ്ടാക്കിയിരുന്നു. ഇന്ന് മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.96% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.15% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.25% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 0.15% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,757 എന്ന നിലയിലാണ്. 43 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 മുതൽ 35 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. US ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് പൈലിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വർധനവ് വന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ബ്രന്റ് 0.81%, WTI 0.82% ഇടിവുമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $64.90 പെർ ബാരൽ എന്ന നിലയിൽ 1.40% ഇടിവിലാണ്. WTI ഉള്ളത് $61.93 പെർ ബാരൽ എന്ന നിലയിൽ 2%-നോടടുത്ത് ഇടിവിലാണുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,667 89 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് വൈസിലായിരുന്നു മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു ഇൻഡിസിഷൻ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഒരു കൺസോൾട്ടേഷനാണ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്.
അതായത് നല്ലൊരു അപ് ട്രെൻഡിന് ശേഷം ഒരു ഹെൽത്തി കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,700 മുതൽ 24,800 വരെയുള്ള ആ ഒരു സോണാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 24,500 മുതൽ 24,600 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരുപക്ഷെ ചൊവ്വാഴ്ചത്തെ ലോ ആയിട്ടുള്ള 24,547 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു ഫോള് നിഫ്റ്റിയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 25,000-ലാണ്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,650 സ്ട്രൈക്കിൽ 129% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 51% മാത്രം വർധനവ്, ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,600 സ്ട്രൈക്കിൽ 29% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ വെറും 6% വർധനവ്, വളരെ ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ്. 24,700 സ്ട്രൈക്കിൽ 48% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 34% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,801-ൽ 140 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 5-ഡേ EMA ടച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. എന്നിരുന്നാലും ഓവറോൾ ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവിൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5-ഡേ EMAയും അതിന് താഴെയായിട്ട് വരുന്ന 10-ഡേ EMAയുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആവാൻ സാധ്യതയുള്ളത് 55,500 ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 17.18-ൽ 5.62% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ പ്രീമിയം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിലുള്ള ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഏവർക്കും നന്ദി.